ഗൗതം ഇങ്ങനെ നിരന്തരം കടന്ന് വിളിക്കുന്നത് കൊണ്ടാ ഞാനൊന്ന് കാണാന്ന് കരുതിയത്. കേസിന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി ഞാൻ ഗൗതമിനോട് പറഞ്ഞതല്ലേ. സാറ് പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോഴും എന്റെ ഏക പ്രതീക്ഷ സാറിലാണ്. നാളെ സെഷൻ കോടതിയിൽ നിധിയുടെ കേസ് പരിഗണിക്കുകയാണ്. സാറ് വിചാരിച്ചാൽ മാത്രമേ നിധി ഒന്ന് ജാമ്യത്തിലിറക്കാൻ പറ്റൂ. ഞാൻ ACP മഹേഷ് സാറിനെ വീണ്ടും കണ്ടിരുന്നു. മഹേഷ് സാർ പറയുന്നതും സാറിനെ വന്ന് കാണാനാ. എന്നെ വന്ന് കാണാൻ മാത്രമേ മഹേഷ് സാർ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലേ? വേറെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ലോവർ കോർട്ടിൽ അങ്ങനെ അപ്പിയർ ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എന്റെ കണ്ടീഷൻസ് വളരെ വലുതാണ് ഗൗതം. ഇപ്പോഴത്തെ ഗൗതമിന്റെ ഒരു അവസ്ഥയിൽ അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറിന്റെ ഫീസിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സാറ് പറയുന്ന പണം എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചു തരാം. എനിക്ക് നിധിയൊന്ന് പുറത്തിറക്കി തന്നാൽ മാത്രം മതി. ഞാൻ തുടങ്ങാൻ പോകുന്നത് 200 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അതിന്റെ ലോൺ ഉടനെ സാങ്ഷൻ ആവും. സാറ് പറയുന്ന എത്ര തുകയും എനിക്ക് സമ്മതം. നാളെ നിധി ഒന്നും പുറത്തിറക്കണം, അത് മാത്രം മതി എനിക്ക്. സാർ, ഞാൻ പലരുമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചതാ. ബാലഗോപാലൻ സാർ കേസ് ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇതിന് പിന്മാറുക. സാറ് വിചാരിച്ചല്ലേ കാര്യം നടക്കുന്നു തന്നെയാ എല്ലാവരും പറയുന്നത്. ഇന്നൊരു രാത്രിയാണ് ഇനി എന്റെ മുന്നിലുള്ളത്. ഞാൻ പല സാക്ഷികളെയും ഹാജരാക്കും. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ പോലും കാണാത്ത ആൾക്കാർ സാക്ഷികളായിട്ട് വരും. എല്ലാം കള്ളസാക്ഷികളായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊണ്ടുവരുന്ന ഓരോ സാക്ഷികൾക്കും അവര് ചോദിക്കുന്ന പണം കൊടുക്കേണ്ടി വരും. കൃത്യമായൊരു തുക എത്രയാണെന്ന് പോലും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. സമ്മതമാണെങ്കിൽ നാളെ കൃത്യം 10:30 ഞാൻ സെഷൻസ് കോർട്ടിൽ ഹാജരാവും. ഇതിലെനിക്ക് മറിച്ച് ചിന്തിക്കാനൊന്നുമില്ല സാർ. സാറ് ചോദിക്കുന്ന ഏത് തുകയും ഞാൻ തന്നിരിക്കും, അതിലൊരു മാറ്റമില്ല. എങ്കിൽ ഗൗതം ധൈര്യമായിട്ട് വയ്ക്കും. നിധിയുടെ വക്കീലായി നാളെ സെഷൻസ് കോർട്ടിൽ ഞാനുണ്ടാവും. കോടതി പിരിയുമ്പോ ഗൗതമിനൊപ്പം വീട്ടിലേക്ക് പോകാൻ നിധിയും ഉണ്ടാവും. ഓക്കെ? താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് നാളെ കോടതിയിൽ വെച്ച് കാണാം. ശരി സാർ. ഓക്കെ.